നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ റോള് ഒരു സമാധാന മധ്യസ്ഥന്റെ റോളാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെടുന്നു. ആ സംഘർഷത്തിൽ ഇടപെട്ടുകൊണ്ട് ആ സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടി സമാധാന ശ്രമങ്ങൾ ചില രാജ്യങ്ങൾ നടത്തിയേക്കാം. അങ്ങനെയുള്ള സമാധാന ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് എന്നാണ് പൊതുവെ ലോകം കാണുന്നത്. പക്ഷേ അമേരിക്കയുടെ താൽപ്പര്യത്തിന് അനുസരിച്ച് ഇറാനെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്ന് കൃത്യമായി പറഞ്ഞാൽ പറയേണ്ടി വരും. അമേരിക്ക പറയുന്നതനുസരിച്ച് അമേരിക്കയുടെ ഉത്തരവുകൾ, അമേരിക്കയുടെ ആവശ്യങ്ങൾ ഇതെല്ലാം ഇറാനെ അറിയിക്കുക എന്ന പണി മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാന്റെ കരസേനാ മേധാവി ഈ ഫീൽഡ് മാർഷൽ അസിം മുനീറുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടെഹ്റാൻ സന്ദർശനം അസിം മുനീർ നടത്തിയത്. രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഒരു പ്രസിഡന്റുണ്ട്. എന്നാലും വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ പട്ടാള മേധാവിയാണ്. അസിം മുനീർ ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള തീവ്ര പ്രയത്നം നടത്തുന്നുണ്ട്. അസിം മുനീറാണ് ഈ വെടിനിർത്തലിൻ്റെ ഉപജ്ഞാതാവ് എന്നുവരെ അമേരിക്ക പറഞ്ഞു. പക്ഷേ അമേരിക്ക ആവശ്യപ്പെടുന്ന സമയത്ത്, അമേരിക്ക ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഇറാനെ കൊണ്ടിരുത്താനുള്ള ഒരു ഉപകരണമായിട്ടാണ് അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും പകൽ സമയത്ത് സമാധാനത്തിൻ്റെ കാവൽക്കാരായി, ഒരു സമാധാന മീഡിയേറ്ററായി പാകിസ്ഥാൻ പ്രവർത്തിക്കുമ്പോഴും രാത്രികാലങ്ങളിൽ ഇവർ ഇറാനെതിരെ പാര പണിയുന്നു എന്ന ഒരു തെളിവുമായി ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന്റെ കിഴക്കൻ അതിർത്തിയിൽ ഇറാനെതിരെ പ്രവർത്തിക്കുന്ന ചില സുന്നി ഭീകര സംഘടനകളുണ്ട്. ഈ സുന്നി ഭീകര സംഘടനകൾ ഇറാൻ അതിർത്തിയിലൂടെ ഇറാനിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാന്റെ സൈന്യം ഇന്നലെ പാകിസ്ഥാനിലേക്ക് കയറി അടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടനകളെ ഇറാൻ സൈന്യം ഇന്നലെ ആക്രമിച്ചു. നിരവധി ഭീകരന്മാരാണ് ഈ ആക്രമണത്തിൽ മരിച്ചത് എന്ന് ഇറാന്റെ ചില വാർത്താ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെയ്ഷ് അൽ ആദിൽ 2012 സ്ഥാപിക്കപ്പെട്ട ജെയ്ഷ് അൽ ആദിൽ എന്ന സുന്നി ഭീകര സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാന്റെ കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ഇറാൻ വിരുദ്ധ പ്രവർത്തനമാണ് ഈ സംഘടന നടത്തുന്നത്. തെക്ക് കിഴക്കൻ ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന റാസ്ക് മേഖലയിൽ നുഴഞ്ഞു കയറുകയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഈ തീവ്രവാദികൾ ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇറാന്റെ തിരിച്ചടി. കഴിഞ്ഞ ദിവസം അതിശക്തമായ ആക്രമണമാണ് ഈ ഇറാൻ സൈന്യം പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തിയത്. ഈ ആക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഭീകരന്മാർ മരിച്ചു. ഇവരുടെ ഭീകര ലോഞ്ചിങ് പാഡുകളും അതുപോലെ തന്നെ ഭീകര പരിശീലന കേന്ദ്രങ്ങളും തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പാകിസ്ഥാന്റെ ISI, പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുമായി ഈ ഭീകര സംഘടനകൾക്ക് ബന്ധമുണ്ട്. പാകിസ്ഥാൻ ISIയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭീകര സംഘടന ഇറാൻ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എന്ന് നേരത്തെ തന്നെ ഇറാൻ ആരോപിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമാബാദ് ഇതെല്ലാം നിരസിക്കുകയാണ്. ഈ സംഘടനയുമായി പണ്ട് ഇന്ത്യയും കൊമ്പ് കോർത്തിരുന്നു. കാരണം മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ യാദവിനെ ഇറാനിലേക്കുള്ള യാത്രാമധ്യേ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാൻ ISIക്ക് കൈമാറിയത് ഈ സംഘടനയാണ്. ഈ സംഘടനയാണ് നിരന്തരമായി ഈ സുന്നി ആക്രമണങ്ങൾ ഇറാനെതിരെ നടത്തിവരുന്നത്. ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടെ വിഘടനവാദം വളർത്തുക എന്നതൊക്കെയാണ് ഈ ഭീകര സംഘടനകൾ ചെയ്യുന്നത്. ഇന്ത്യക്കെതിരെ ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ വർഷങ്ങളായി അതേ രീതിയിൽ ഇറാനെതിരെയും അവർ നടത്തുന്നുണ്ട്. ഇറാന്റെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അതിൽ വലിയ രാഷ്ട്രീയ അജണ്ട പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI ആണ് ഇത്തരം സംഘടനകൾക്ക് ഒരു നേതൃത്വം നൽകുന്നത്. ഈ ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തുന്നതും ISI തന്നെയാണ്. ISIയുടെ ആജ്ഞാനുവർത്തിയായിട്ടാണ് ഈ ഭീകര സംഘടനകൾ ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ഭീകര സംഘടനകൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം വലിയ ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നത്.
ഇവിടെയാണ് പാകിസ്ഥാൻ്റെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. പാകിസ്ഥാൻ്റെ ഒരു ഇരട്ടത്താപ്പ് പൊളിയുന്നതും അതുകൊണ്ടാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ അയവ് വരുത്തി സമാധാനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യം ആണ് പാകിസ്ഥാനെങ്കിൽ എന്തുകൊണ്ടാണ് ഇറാൻ വിരുദ്ധ ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എന്ന നിലയിൽ ഇറാനിലേക്ക് കടന്നു വരികയും എന്നാൽ ശത്രുക്കൾക്ക് വേണ്ടി ഇറാനിൽ പാരപണിയുകയും ചെയ്യുന്ന രാജ്യമാണോ പാകിസ്ഥാൻ എന്ന് ഇറാൻ അധികൃതർ ഇപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാനെ ഇന്ത്യ മാത്രമല്ല നിരവധി രാജ്യങ്ങൾ കയറി അടിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനും ഇറാനുമെല്ലാം ഇത്തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ പാകിസ്ഥാനിൽ നടത്തുന്നു. അതിൻ്റെ കാരണം ഇവിടെയെല്ലാം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ ചെലവും കൊടുത്തു വളർത്തുന്നു. ഈ പാകിസ്ഥാനാണ് സമാധാന ശ്രമങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ സമാധാന ശ്രമങ്ങളെ ഇനി ഇറാൻ എങ്ങനെ കാണും എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച സംഘർഷം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് എത്തിച്ചത്. പാകിസ്ഥാൻ്റെ മധ്യസ്ഥ ശ്രമങ്ങളാണ് ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകാൻ കാരണമെന്ന് അമേരിക്ക അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം 22 വരെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ രണ്ടാം ഘട്ട ചർച്ചകൾ, ആദ്യഘട്ട ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ ഫലമുണ്ടായില്ല. രണ്ടാം ഘട്ട ചർച്ചകൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നടക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ചർച്ചയും നടന്നില്ല. അമേരിക്കൻ സംഘമോ ഇറാൻ സംഘമോ ചർച്ചയ്ക്ക് എത്തിയില്ല. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങളാണ് ചർച്ച അലസിപ്പോകാൻ കാരണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ നിലപാടാണ്. ഇറാൻ പറയുന്നത് അമേരിക്ക ഇപ്പോഴും തങ്ങളുടെ തുറമുഖങ്ങൾക്ക് നേരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തങ്ങളുടെ തുറമുഖത്തേക്ക് ഒരു കപ്പലും അടുപ്പിക്കാൻ അമേരിക്ക അനുവദിക്കുന്നില്ല. വൻ സേനാവിന്യാസം അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ നടത്തിയിരിക്കുന്നു. ഇറാൻ കപ്പലുകൾക്ക് പുറത്തു പോകാനും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രമേ ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് വരികയുള്ളൂ എന്ന് ഇറാൻ അറിയിച്ചിരുന്നു. മാത്രമല്ല ഇറാൻ ഇപ്പോൾ വീണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇന്നിപ്പോൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. സുഹൃത്ത് രാജ്യങ്ങളുടെ, ഇന്ത്യ അടക്കമുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾ പോലും ഇറാൻ കടത്തിവിടുന്നില്ല. കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത 2 കപ്പലുകളിൽ ഒന്ന് ഇന്ത്യയുമായി ബന്ധമുള്ള ഒരു വാണിജ്യ കപ്പലായിരുന്നു. മാത്രമല്ല 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ, ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് വെടിവെക്കുക പോലും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു സംഘർഷം തുടരുകയാണ്. ഒരു കാരണവശാലും ചർച്ചയ്ക്ക് വരില്ല, ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്ക് വരില്ല എന്ന് ഇറാൻ അറിയിക്കുന്നു. ഈ ചർച്ചയിൽ സമാധാന കരാർ ഒപ്പിട്ടാൽ മാത്രമേ ഈ ഉപരോധം പിൻവലിക്കൂ എന്ന് അമേരിക്കയും അറിയിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ വീണ്ടും പരാജയപ്പെടുന്നു. മാത്രമല്ല പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകൾ ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഭീകര സംഘടനകൾക്കെതിരെ ഇറാൻ ഇപ്പോൾ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുന്നു. ഒരു മീഡിയേറ്റർ പുറകിലൂടെ ആക്രമണം നടത്തുന്നത് എന്തിന് എന്ന ചോദ്യം അത് വളരെ കൃത്യമായി ഇറാൻ ഇപ്പോൾ ഉന്നയിക്കുകയുമാണ്.